ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്തുൻ എന്ന് അള്ളാഹു അവൻ്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ ഖുർആനിലൂടെ വാഴ്ത്തിപ്പറഞ്ഞ ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ പവിത്രമായ മാസങ്ങളാണ് ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് തുടങ്ങിയുള്ള ഹജ്ജിൻ്റെ മാസങ്ങൾ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹജ്ജ് കൊണ്ടുള്ള വിളംബരം ഉൾവിളിയായി കേട്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് ചെയ്യുന്നതിന് ഹാജിമാർ യാത്രയായിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ധാരാളം നബിമാരെയും മഹത്തുക്കളെയും ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പലർക്കും പല അംഗീകാരങ്ങളും ശ്രേഷ്ഠതകളും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ 2 കുടുംബങ്ങളെയാണ് അല്ലാഹു സെലക്ട് ചെയ്ത് ലോകത്താകമാനമുള്ള സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. മറ്റൊന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവാകുന്ന ഇമ്രാനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയും ധാരാളമായി മുസ്ലിം ലോകം അനുസ്മരിക്കുന്നുണ്ട്. ദിനേന 5 നേരത്തെ നിസ്കാരത്തിലൂടെ സത്യവിശ്വാസികൾ ഈ കുടുംബത്തെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ കരുണ ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ കരുണ ചെയ്യണേ. ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഐശ്വര്യം നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഐശ്വര്യം നൽകണേ. ഇത് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും അവരുടെ നിർബന്ധമായ 5 നേരത്തെ നിസ്കാരത്തിലെ പ്രാർത്ഥനയായിട്ട് ഉരുവിടുന്ന പ്രാർത്ഥനാ വചനങ്ങളാണ്. ഇതിലൂടെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അനുസ്മരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നിമിഷം പോലും അനുസ്മരിക്കപ്പെടാതെ ഇരിക്കുന്നില്ല. കാരണം പകലിൻ്റെയും രാത്രിയുടെയും സമയങ്ങളുടെയും വ്യത്യാസമനുസരിച്ച് എപ്പോഴും നിസ്കാരം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെയും സത്യവിശ്വാസികൾ അവരുടെ പേരുകൾ ഉരവിട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. തീർച്ചയായും അല്ലാഹു സെലക്ട് ചെയ്തു ആദം നബിയെയും നൂഹ് നബിയെയും പ്രവാചകന്മാരിൽ നിന്നും വആല ഇബ്രാഹീമ വആല ഇമ്രാന, ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും അല്ലാഹു തിരഞ്ഞെടുത്തു. അലൽ ആലമീൻ, ലോകരിൽ മറ്റ് കുടുംബങ്ങളെക്കാൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരിക്കും ഇങ്ങനെ ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും തിരഞ്ഞെടുക്കാൻ കാരണം? ഇബ്രാഹിം നബിയെ മാത്രമല്ല, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്, വളരെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള പ്രവാചകനാണ്. ആ ഇബ്രാഹിം നബിയെ മാത്രമല്ലല്ലോ അള്ളാഹു സെലക്ട് ചെയ്തത്, പിന്നെയോ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ, ഭാര്യയാകുന്ന ഹാജറ ബീബി റളിയല്ലാഹു അൻഹയെ അവരാണെങ്കിലോ
എത്യോപ്യക്കാരിയായ ഒരു കറുത്ത പെണ്ണാണ്. ഒരു അടിമ പെണ്ണ് മാത്രമായിരുന്നു അവരുടെ ആദ്യകാല ജീവിതത്തിൽ. അവരെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. ആ ദാമ്പത്യ വല്ലരിയിൽ ഉണ്ടായ സുന്ദര സൂനമാകുന്ന ഇസ്മായിൽ എന്ന മകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നു. ഇവരൊക്കെയാണ് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലുപരിയായിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കായ, ഏറ്റവും കുറഞ്ഞത് 30 ലക്ഷമെങ്കിലും ഇപ്പോൾ ഓരോ വർഷവും ഹജ്ജിന് വരുന്നുണ്ട് ഔദ്യോഗികമായ കണക്കനുസരിച്ച്. ആ 30 ലക്ഷം പേരും ആരെയാണ് അനുധാവനം ചെയ്യുന്നത്? ആരെയാണ് പിൻപറ്റുന്നത്? ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഓരോന്നിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടത്തെ കുടുംബത്തെയുമാണ് പിൻപറ്റുന്നത്. മതാഫിൽ തവാഫ് ചെയ്യുമ്പോ ആ കഅബയെ പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ട് ഭൗതികമായി നാം ചിന്തിച്ചാൽ നമുക്ക് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. നേരെ മറിച്ച് അള്ളാഹു അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞു. അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റലാണ്, അനുധാവനം ചെയ്യലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ലോകത്തുള്ള ലക്ഷോപലക്ഷം ഹാജിമാർ അങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സംസം വെള്ളം കുടിച്ച് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ച് അതിനുശേഷം സഫ മറുവ എന്ന് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി അള്ളാഹു പ്രകീർത്തിച്ച് എടുത്തു പറഞ്ഞ ഇന്ന സഫ വൽ മറുവത മിൻ ശആഇരില്ലാഹ്, തീർച്ചയായും സഫാ കുന്നും മറുവാ കുന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ആ രണ്ട് കുന്നുകളുടെ ഇടയിലുള്ള കുറച്ച് ദൂരം മസ്അ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ ഹാജി ഓടണം, നടക്കണം. ആരെയാണ് ഇത് അനുധാവനം ചെയ്യുന്നത്? ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കറുത്ത പെണ്ണ്, ഒരു കറുത്ത ഉമ്മ അവരുടെ കുഞ്ഞുമോന്റെ പൈതാഹം തീർക്കുന്നതിന് വേണ്ടി കൂടെയുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയപ്പോൾ, മുലപ്പാലും പറ്റിപ്പോയപ്പോൾ മുലപ്പാല് കൊടുത്തുകൊണ്ടോ വെള്ളം കൊടുത്തുകൊണ്ടോ തന്റെ കുഞ്ഞുമോന്റെ ദാഹം ശമിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരില് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആ സഫാ കുന്നിലേക്ക് നോക്കിയിട്ട് അവിടെ കയറിയാൽ ആ കുന്നിന്റെ താഴ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ വിദൂരത്തൂടെയോ ഏതെങ്കിലും സാർത്ഥവാഹക സംഘങ്ങളോ കച്ചവട സംഘങ്ങളോ പോകുന്നുണ്ട് എങ്കിൽ അവരിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പം വെള്ളം വാങ്ങി എന്റെ കുഞ്ഞുമോന് കൊടുത്തുകൊണ്ട് ജീവൻ നിലനിർത്താമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ജലരഹിതമായ ആ ഒരു ഭൂമിയിൽ, ഊഷര ഭൂമിയിൽ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ കുന്നു കയറുകയാണ്. ആ കുന്നിൽ കയറി നോക്കുന്നു, എങ്ങും ആരെയും കാണാനില്ല. അപ്പോഴാണ് അവർക്ക് തോന്നുന്നത് കുറച്ചകലെ മാറി അപ്പുറത്ത് കാണുന്ന മറുവാക്കുന്ന്. ആ കുന്നിൽ പോയി നോക്കിയാൽ ആ കുന്നിന്റെ താഴ്വരയിലൂടെയോ അപ്പുറത്തൂടെയോ ഏതെങ്കിലും യാത്രാസംഘം പോകുന്നുണ്ട് എങ്കിൽ അവരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കാം. അങ്ങനെ ആ കുന്നിറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ പെതുക്കെയാണ്. അന്ന് കുറ്റിക്കാടുകളും മുള്ളുകളും കല്ലുകളും എല്ലാം നിറഞ്ഞ ആ പ്രദേശത്ത് സഫയിൽ നിന്നും മറുവയിലേക്ക് പോകാനുള്ള ഇറങ്ങുമ്പോൾ അവർ പെതുക്കെയാണ് ഇറങ്ങുന്നത്, പെതുക്കെയാണ് നടക്കുന്നത്. കുറച്ചു ദൂരം അങ്ങോട്ട് കഴിയുമ്പോൾ സമതല പ്രദേശമാണ്. അവിടെ എത്തുമ്പോൾ ഓടുകയാണ്. വീണ്ടും അടുത്ത മറുവാ കുന്നിലേക്ക് കയറുമ്പോൾ കല്ലുകളും മുള്ളുകളും കാലും പാറകളും നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് നടന്നാണ് കയറുന്നത്. അവിടെ കയറി നോക്കിയപ്പോൾ അപ്പുറത്ത് താഴ്വരയിൽ ആരുമില്ല, ആരും യാത്രാസംഘം പോകുന്നില്ല. അപ്പോൾ തോന്നി വീണ്ടും ആ സഫാമലയുടെ അപ്പുറത്ത് ആൾക്കാർ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 പ്രാവശ്യം ഏത് രീതിയിലാണോ പതന ചലനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു ഉമ്മ ഓടിയത് അതേ ഓട്ടം ഓടണമെന്ന് പടച്ച തമ്പുരാൻ ലോകത്തെ മുഴുവൻ സകല വിശ്വാസികളോടും, ഹജ്ജിന് വരുന്ന ഉംറയ്ക്ക് വരുന്ന സകല വിശ്വാസികളോടും
കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ മാതാവിന്റെ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ എത്രമാത്രം വലുതായിരിക്കും, ആ ഉമ്മയുടെ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ എത്രമാത്രം വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളും കുടുംബമായി കഴിയുന്നവരാണ്. നമുക്കും ഭാര്യമാരുണ്ട്, ആ ഭാര്യമാർക്ക് മക്കളുണ്ട്, ആ മക്കളുടെ മാതാവാണ് നമ്മുടെ ഭാര്യമാര്. നമ്മുടെ കുടുംബത്തെ പടച്ച തമ്പുരാൻ ഏതെങ്കിലും ഒരർത്ഥത്തിൽ സ്വീകരിക്കുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇതും ഒരു കുടുംബമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവ ബഹുലമായ ചരിത്രങ്ങൾ ഓരോന്നും മയവിറക്കിക്കൊണ്ട് ഓരോ ഹാജിമാരും നബി കുടുംബത്തെ, ഇബ്രാഹിം നബി കുടുംബത്തെ അനുധാവനം ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അവിടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ കുടുംബം എവിടെ നിൽക്കുന്നു, ഇബ്രാഹിം നബിയുടെ കുടുംബം എവിടെ നിൽക്കുന്നു, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം എന്തായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ, ഇബ്രാഹിം കുടുംബത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള കുടുംബങ്ങളിൽ നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് നമുക്ക് മാതൃകയായിട്ട്. എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന യോഗ്യത? 3 വാക്കിൽ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസന്നദ്ധത, ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ അർപ്പണ ബോധം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുസരണാശീലം, ഇത് 3ന്റെയും മൂർത്തി മൽഭാവങ്ങളായിരുന്നു ഈ 3 പേരും. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ പിൻപറ്റാനും അനുസ്മരിക്കാനുമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളോട് പറയുന്നത്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, നിർദ്ദേശിക്കുന്നത്, വദ്കുർ, ഏ മുഅ്മിനെ, ഏ സത്യവിശ്വാസിയെ, നീ ഓർത്തുകൊണ്ടേയിരിക്കണം, ഫിൽ കിതാബി, ഈ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിലൂടെ, ഇബ്രാഹിമ, ഇബ്രാഹിം എന്ന എന്റെ പ്രവാചകനെ, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം നബിയായിരുന്നു, സിദ്ദീഖായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അല്ലാഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർദ്ദേശം നൽകുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ചരിത്ര സംഭവങ്ങൾ ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ നബിയെ ലോക ജനതയ്ക്ക് അങ്ങ് പാരായണം ചെയ്ത് കേൾപ്പിക്കുക. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹീമിലും ഇബ്രാഹിം നബിയോടൊപ്പം വിശ്വസിച്ച അല്ലാഹുവിന്റെ അടിമകളിലും നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്ന, മാതൃകാപരമായ, പിൻപറ്റപ്പെടാൻ പറ്റുന്ന ഉസ്വത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യൽ അത്യാവശ്യവും അനിവാര്യവുമാണ്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ സീസണിൽ, ഹജ്ജിന്റെ മാസങ്ങളിൽ ലോകത്തുള്ള ഹാജിമാർ മുഴുവനും ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് അവരെങ്ങനെയാണോ അവരുടെ ജീവിതത്തിൽ ചില കർമ്മങ്ങൾ ചെയ്തത്, ആ കർമ്മങ്ങൾ അതേ രീതിയിൽ ചെയ്യണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചിരിക്കുമ്പോൾ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ചെയ്യാൻ അടുത്തു വരുന്ന ഈ സന്ദർഭങ്ങളിൽ നാമും ആ കുടുംബത്തെ ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഭൗതികമായിട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകദേശം 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ അതിനോടടുത്ത കിലോമീറ്റർ ദൂരമുള്ള 2 കുന്നുകളുടെ ഇടയിൽ ഇപ്പോൾ അതെല്ലാം കുന്നുമാറി എല്ലാവിധമായ സൗകര്യങ്ങളോടും കൂടി, മാർബിൾ സൗകര്യത്തോടുകൂടി അവിടെ എല്ലാവിധമായ സെറ്റപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഹാജറ എങ്ങനെയാണോ നടന്നത് അതുപോലെ നടക്കണം. അന്ന് ഹാജറ എങ്ങനെയാണോ ഓടിയത് അതുപോലെ ഓടണം. ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഇതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതു മാത്രമാണ് ആ കർമ്മത്തിൽ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്ന സഅയിൽ ഉള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഹാജറ ഓടിത്തളർന്നു. അവസാനമായി കുഞ്ഞുമോന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞുമോൻ കൈ ഉയർത്തി കാലിട്ടടിച്ചുകൊണ്ട് ചുണ്ട് വല്ലാതെ വരണ്ടുപോയി മരിക്കുമാറ് ആയ ഒരവസ്ഥയാണുള്ളത്. ആ സന്ദർഭത്തിൽ ഒരു മാതാവിന്റെ വിഷമം, ആരും സഹായത്തിന് അവിടെയില്ല, ഒരു ജനങ്ങളുമില്ല, ഒരു തുള്ളി വെള്ളമില്ല.
ആ ഊഷര ഭൂമിയിലാണ് ഇന്ന് വലിയൊരു നാഗരികത ഉണ്ടാകുന്നതിന്റെ തുടക്കമെന്നോണം ഒരു കുഞ്ഞുമോനെയും ഒരു മാതാവിനെയും കൊണ്ട് ഒരു പ്രവാചകൻ, ഇബ്രാഹിമാകുന്ന പ്രവാചകൻ അവിടെ കൊണ്ട് പാർപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് പോകുന്നത്. ആ മാതാവും ആ കുഞ്ഞുമോനും അത് പൂർണ്ണാർത്ഥത്തിൽ അനുസരിക്കുകയാണ്. അവസാനമായിട്ട് വീണ്ടും മറുവാ പർവ്വതത്തിന്റെ അടുക്കലേക്ക് ഓടുമ്പോഴാണ് ഒരു വല്ലാത്ത അശരീരി കേൾക്കുന്നത്. സഹായത്തിന് ആരോ വന്നു എന്നൊരു തോന്നൽ അപ്പോൾ ഈ മാതാവിനുണ്ടായി. തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞുമോൻ കാലിട്ടടിച്ചടത്ത് നിന്നും വെള്ളം നിർഗളിച്ചു വരുന്നത്. സംസം സംസം, അടങ്ങുക അടങ്ങുക എന്ന ആ വാക്കുകൾ ഉരവിട്ടുകൊണ്ട് അന്നവർ അതിനെ തടുത്തു നിർത്തി. അതാണ് ലോകത്തെ പിന്നെ ഏറ്റവും വലിയ അത്ഭുതമായി മാറിയിരിക്കുന്നത്. ഒരേ ടെക്നോളജിക്കും ഇതുവരെയും അതിന്റെ യാഥാർത്ഥ്യം ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് ഈ ഊറ്റ്, എത്രത്തോളമാണ് ഈ ഊറ്റ്, എത്രത്തോളമാണ് ഈ ഉറവയിലെ വെള്ളം അന്ന് മുതൽ ഇന്ന് വരെ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കോടിക്കണക്കിന് ഗ്യാലൻ വെള്ളമാണ് ആ ഒരു ചെറു കിണറിൽ നിന്നും ഉയർന്നു വരുന്നത്, ഉത്ഭവിക്കുന്നത്. അത് ശമനത്തിന്റെ വെള്ളമാണ്, അത് എല്ലാ നന്മകളുടെയും വെള്ളമാണ്. പക്ഷേ ആ വെള്ളം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നാം ഓരോരുത്തരും ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തണം. അതാണ് അള്ളാഹുവിന്റെ വലിയ കുദറത്ത്. ഊഷരഭൂമിയായിരുന്നല്ലോ അത്, ഉർവരത കൊണ്ട് നിറഞ്ഞ പ്രദേശമായിരുന്നല്ലോ അത്. ഒരൽപ്പം പോലും വെള്ളം കുഴിച്ചാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ആ ഭൂമിയിൽ ഒരു കുഞ്ഞുമോന്റെ കാല് കിടന്നടിച്ചടത്ത് നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വെള്ളം കൊടുക്കാൻ കഴിയും. അതാണ് അള്ളാഹുവിന്റെ കുദറത്ത്. ആ വെള്ളമാണെങ്കിലോ ഇതുവരെയും നിലച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇനിട്ട് നിലക്കുകയുമില്ല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ആ സംഭവം ഓരോരുത്തരും മയവിറക്കുകയാണ് ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ. അല്ലാതെ അവിടെ പോയിട്ട് കൂടുതലായിട്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒരു കഅബാലയത്തിന്റെ ചുറ്റിനും 7 പ്രാവശ്യം ഒന്ന് കറങ്ങണം. ആ മസ്അയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഒന്ന് നടക്കണം, ഓടണം. പിന്നെയോ ദുൽഹജ്ജ് 8 ആകുമ്പോൾ മിനയിൽ പോകണം, ആ മിനയിൽ പാർക്കണം. ആ ദുൽഹജ്ജ് 8ന്റെ സന്ദർഭവും കഴിഞ്ഞ് 9 അറഫയിൽ പോകണം. അവിടെ അറഫ മരുഭൂമിയിൽ നിൽക്കണം. ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഇതിലൊന്നും പ്രത്യേകമായിട്ട് ഒന്നും തന്നെ നേട്ടങ്ങളില്ല. പക്ഷേ അതിൽ ആകെയുള്ളത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള യുക്തി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ട. ഇത് ഖാല റബ്ബുക ലിബ്രാഹീം അസ്ലിം. ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, നീ പൂർണ്ണാർത്ഥത്തിൽ അനുസരണയുള്ളവനും വിധേയത്വമുള്ളവനും ആകുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ റബ്ബുൽ ആലമീന് വേണ്ടി പൂർണ്ണാർത്ഥത്തിൽ അനുസരണയുള്ളവനും വിധേയത്വമുള്ളവനുമായി തീർന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ആ പ്രവൃത്തികളാണ് ഓരോരുത്തരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് സഹാബാക്കളുമായിട്ട് പോകുമ്പോൾ ഓരോ ചുവട്ടടിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അനുധാവനം ചെയ്യാൻ പൂർണ്ണാർത്ഥത്തിൽ ശ്രമിച്ചിരുന്നു. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നബിതങ്ങളോടുള്ള പ്രത്യേകമായ നിർദ്ദേശമാണ്, അനിത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നബിയെ, അങ്ങ് പ്രവാചകനാണ്, അങ്ങ് അള്ളാഹുവിന്റെ ഹബീബാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ അങ്ങ് അത്യുന്നതനാണ്. പക്ഷേ എന്നാലും അങ്ങ് ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്നറിയുമോ? അനിത്തബിഉ മില്ലത ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ മില്ലത്തിനെ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് പിൻപറ്റുക എന്നുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്ന കൽപ്പനയാണ്. അതോടൊപ്പം നമ്മളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ഭാഷയിൽ തന്നെ ഒരു കൽപ്പന നടത്തുന്നുണ്ട്. ഖുൽ സദഖല്ലാഹ്, നബിയെ, അങ്ങ് പറയുന്നതൊക്കെയും സത്യസന്ധമായ
വ്യക്തമായ കാര്യങ്ങളാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റാൻ അങ്ങയുടെ സമുദായത്തോട് അങ്ങ് പറയണം നബിയെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തും അനുധാവനം ചെയ്യൽ, പിൻപറ്റൽ പല കാര്യങ്ങളിലും നിർബന്ധമാണ്. ആ കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ബലികർമ്മം, ഉദ്ഹിയ. ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ബലികർമ്മം. അതോടൊപ്പം ഹാജിമാർ അവിടെ ചെല്ലുമ്പോൾ മിനയിൽ വെച്ച് ദുൽഹജ്ജിന്റെ 10 അന്ന് നടത്തുന്ന ബലികർമ്മം, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽപ്പെട്ടതാണ്. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൽഹിയ കർമ്മത്തിന്റെ മഹത്വം ഏറെ പറഞ്ഞുകൊണ്ട് അതിനെ അവർ പ്രചോദിപ്പിക്കുമ്പോൾ, അതിനു വേണ്ടി അവരെ പ്രചോദിതരാക്കുമ്പോൾ അതിന്റെ മഹത്വം ഇത്രത്തോളം നബി തങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് സഹാബാക്കൾ തിരിച്ചു ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ അലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രത്തോളം അങ്ങ് മഹത്വത്തോടുകൂടി ഞങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ ഉൽഹിയ കർമ്മത്തിന്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണ് എന്ന് ചോദിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പ്രപിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി കേട്ടുകൊണ്ട് സഹാബത്ത് വീണ്ടും ചോദിച്ചു, വമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, ആ കർമ്മം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമങ്ങൾക്കും നിങ്ങൾക്കൊരു ഹസനത്തുണ്ട്. സാധാരണ ഇസ്ലാമിക കർമ്മങ്ങൾക്ക് വൽ ഹസനത്തു ബിഅശരി അംസാലിഹാ, ഓരോ ഹസനത്തിനും 10 ഹസനാത്തുകളുടെ പ്രതിഫലമാണ് അവന്റെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ബലിമൃഗത്തിന്റെ ശരീരത്തിലുള്ള ഒരു രോമത്തിന് 30 ഹസനത്തുകൾ ബലിദാതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മരേഖയിൽ രേഖപ്പെടുത്തുമെന്ന് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ബലി കൊടുക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറാകുക. 2 ആഴ്ച കൊണ്ട് ഈ കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. പരിപാലന സമിതി നിങ്ങളെ സമീപിക്കുമ്പോൾ കുറഞ്ഞതൊരു ഷെയറെങ്കിലും ചേർന്നുകൊണ്ട് ആ അമലിൽ ഭാഗവാക്കാവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. ഞാൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മറുപടി പറഞ്ഞപ്പോൾ സഹാബാക്കൾ വളരെ താല്പര്യത്തോടുകൂടി ആ കർമ്മം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കർമ്മം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നാം ഓരോരുത്തരും അല്ലെങ്കിൽ ബലി നൽകുന്ന ആൾക്കാര് ബലികർമ്മത്തിന്റെ പൊരുൾ അറിയുന്നില്ല എന്നുള്ളതാണ്. മാംസക്കച്ചവടക്കാരന്റെ കശാപ്പും ബലിദാതാവിന്റെ ബലിയും നേർത്ത് അതിന്റെ ഇടയിലുള്ള അന്തരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വെറും മാംസത്തിനു വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി നാം ഈ ഒരു വലിയ കർമ്മത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതാണോ പ്രിയപ്പെട്ടവരെ ബലിയുടെ പൊരുൾ? അല്ലല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യാൻ മിനയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ആ ദുൽഹജ്ജിന്റെ 10 അന്ന് നബി തങ്ങൾ ബലിയറുത്ത സംഭവം കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തില് മിനയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒരു പർവ്വതത്തിലേക്ക് ഒരു നോട്ടം നോക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു, ഉമറുൽ ഫാറൂഖിനെ വിളിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ആ കാണുന്ന താരതമ്യേന ആപേക്ഷികമായിട്ട് കുറച്ചുയരമുള്ള ആ മലയിലേക്ക് നമുക്കൊന്ന് കയറാം. ഏതാണ് കൂട്ടരെ ആ മല? അതാണ് സബീർ മല എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. എന്താണ് ആ മലയുടെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനെയും കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം ബലി അർപ്പിക്കാൻ മിനയിൽ പോയി കയറിയ ആ പർവ്വതം സബീർ പർവ്വതമാണ്. അതിന്റെ താഴ്വരയിൽ വിശാലമായ നിരപ്പുള്ള ഒരു പാറയുണ്ട്. ആ പാറയിലാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ കമിഴ്ത്തി നെറ്റി ആ പാറയിൽ കൊള്ളുന്ന രീതിയിൽ കിടത്തിയത്. അള്ളാഹു
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. രണ്ടുപേരും ബലിസമർപ്പണത്തിന് പൂർണ്ണാർത്ഥത്തിൽ അനുസരണയുള്ളവരായി കീഴൊതുങ്ങിക്കൊണ്ട് ചൂളം കുത്തുന്ന ആ വിജനതയിൽ ആ സബീർ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള ആ പാറയിൽ മകനെ കബർത്തിക്കിടത്തിക്കൊണ്ട് നെറ്റിപ്പാറപ്പുറത്ത് ചരിച്ചു വെച്ചപ്പോൾ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിമേ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ദർശനത്തെ യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പുത്രബലിയും നരബലിയും പാടില്ല. വഫദൈനാഹു ബിദിബിഹിൻ അലീം. ഇതാ ഞാനൊരു അജത്തെ ആടിനെ കൊടുത്തയക്കുന്നുണ്ട്, അതിനെ ബലി നൽകിയാൽ മതി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്നും ആടുമായിട്ട് വരികയാണ്. ഇബ്രാഹിം നബി ആണെങ്കിലോ മകനെ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാൻ പോകുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാഴ്ചയാണ് കാണുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹദീസിൽ കാണുന്നത് ഖാഫൽ അജ്ലത്താം, ഇബ്രാഹിം പെട്ടെന്നെങ്ങാണം അക്കാര്യം നിർവഹിക്കുമോ എന്ന് ജിബ്രീൽ പോലും ഭയന്നു പോയി എന്ന്. ഫനാദാ, അതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കെ വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ വിളി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്. ഫലമ്മാ സമിഅ ഇബ്രാഹിമു, ഇബ്രാഹിം നബി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ജിബ്രീലിന്റെ തക്ബീർ കേട്ടപ്പോൾ റഫഅ റഅസഹു ഫഅലിമ ബി അൻജാ ബിൽ ഫിദാഇ, മനസ്സിലായി ദാ പ്രായശ്ചിത്തമെന്ന നിലയിൽ ആടിനെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട് എന്ന് ആ കാഴ്ച കാണുകയാണ് സന്തോഷത്താൽ. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോഴാണ് ഇബ്രാഹിം നബി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനവും അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വചനവും ഉരവിടുന്നത്. ഫസമിഅഹു ദബീഹു ഇസ്മാഈൽ, തന്നെ അറുക്കാൻ കത്തിയെടുത്ത് തയ്യാറായി തന്റെ കഴുത്തിൽ കത്തിവെച്ച പിതാവിന്റെ വായിൽ നിന്നും ഈ ശബ്ദം കേട്ടപ്പോൾ മഹാനായ ഇസ്മായിൽ എന്ന കുഞ്ഞുമോൻ പറഞ്ഞു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ നാം ഓരോരുത്തരും ബലി സുദിനങ്ങളിലും അതിനോടനുബന്ധിച്ചുള്ള അയ്യാമു തശ്രീഖിന്റെ സുദിനങ്ങളിലും ചൊല്ലുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ഈ തക്ബീറിന്റെ പൂർണ്ണമായ വചനം 3 പേര് ചേർന്ന് ചൊല്ലിയതാണ്. തുടക്കം ജിബ്രീൽ, ഇടയിലാണെങ്കിൽ ഇബ്രാഹിം നബി, അവസാനമാണെങ്കിൽ ഇസ്മായിൽ നബി. ഈ 3 പേര് ചൊല്ലിയ തക്ബീറാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ബലിപ്പെരുന്നാൾ സുദിനത്തിൽ ചൊല്ലുന്നത്. പക്ഷേ നമ്മുടെ അന്തരംഗത്തേക്ക് ആ തക്ബീറിന്റെ താല്പര്യം എന്താണെന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അതിന്റെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരാണ് ഈ തക്ബീറുകൾ ചൊല്ലിയത്? എപ്പോഴാണ് ഈ തക്ബീറുകൾ ചൊല്ലിയത്? ഈ തക്ബീറിന്റെ പിന്നിലുള്ള പ്രചോദനം എന്ത്? ഒരു വേള പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചുകൊണ്ട് നാം ആ തക്ബീർ ചൊല്ലി നോക്ക്. അതിന് പ്രത്യേകമായ മാധുര്യമുണ്ടാകും, അതിന് പ്രത്യേകമായ ഒരു അള്ളാഹുവുമായിട്ടുള്ള ആത്മാർത്ഥത ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 സഹാബത്തിനെയും വിളിച്ചുകൊണ്ട് ആ മിനയിൽ നിന്നും ആ സബീർ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ഹദീസിൽ കാണാം, സഅദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു അബൂബക്കർ വഉമർ വഉസ്മാൻ അലാ ജബൽ സബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും ഈ സബീർ എന്ന് പറയുന്ന പർവ്വതത്തിൽ കയറി. ഫഹ്തസ വതഹറക ബിഹിമുൽ ജമലു ഹത്താ സഖതത് ഹിജാറതുഹു. അപ്പോഴാണ് ആ വലിയ പർവ്വതം അടി മുതൽ അങ്ങോട്ട് ഇളകാനും കുലുങ്ങാനും വിറയ്ക്കാനും തുടങ്ങിയത്. ആ സന്ദർഭത്തിൽ ഫറഖലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതത്തിലെ പാറയിൽ ശക്തമായി കാലുകൊണ്ട് ചവിട്ടുകയാണ്. എന്നിട്ട് മഹാനായ പ്രവാചകൻ പറയുകയാണ്, ഉസ്കുൻ യാ സബീർ, അല്ലയോ സബീർ പർവ്വതമേ നീ ശാന്തമാകുക. ഉസ്കുൻ യാ സബീർ, അല്ലയോ സബീർ പർവ്വതമേ നീ ശാന്തമാകുക.
ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. നിന്നിലിപ്പോൾ നിലകൊള്ളുന്നത് ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമാണ്. അഥവാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ രക്തസാക്ഷികളായ ശുഹദാക്കളിൽപ്പെട്ടവരാണ്. ഇത് പറഞ്ഞപ്പോൾ ആ പർവ്വതത്തിന്റെ ഇളക്കം, അതിന്റെ ചലനം, അതിന്റെ കുലുക്കം നിലച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് കുലുങ്ങിയെന്നറിയുമോ? പർവ്വതം പോലും കുലുങ്ങുമാറ്, പർവ്വതം പോലും വിറയ്ക്കുമാറ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബലികർമ്മത്തിന്റെ ഓർമ്മയാണ് ആ പർവ്വതം പുതുക്കിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ വർഷവും ബലി നൽകുമല്ലോ. നാം പോത്തിനെ അറുക്കും, അല്ലെങ്കിൽ മാടിനെ അറുക്കും, നമ്മൾ തക്ബീർ ചൊല്ലും. പക്ഷേ ആ സന്ദർഭത്തില് ആ ബലിയുടെ പൊരുൾ എന്താണെന്നും അതിന്റെ താല്പര്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 4000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച തമ്പുരാന്റെ പരീക്ഷണാർത്ഥം തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പൊന്നുമകന് ആ സബീർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ അടിവാരത്തിലുള്ള പാറയിൽ കിടത്തിക്കൊണ്ട് അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പരിശുദ്ധ ഖുർആൻ ആ പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ അദീം. അത് സാധാരണ പരീക്ഷണമായിരുന്നില്ല. പ്രവാചകന്മാർക്കൊക്കെയും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കടുത്ത അലീമായ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലാകുന്ന ഈ പ്രവാചകനും മകനും വിജയിക്കുകയാണ് ചെയ്തത്. കദാലിക നജ്സിൽ മുഹ്സിനീൻ. ആ പരിശുദ്ധമായ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയുമോ? ഇതുപോലെ അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ബലി സമർപ്പണം ആത്മാർത്ഥമായിട്ട് നടത്തുന്നവർക്ക് ഇവർക്ക് നൽകുന്ന പ്രതിഫലം, ഈ പിതാവിനും മകനും നൽകുന്ന പ്രതിഫലം അല്ലാഹു നൽകുമെന്ന. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നത്, ബലിസുദിനത്തിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്താണെന്ന് പലവരും നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. മിൻ ഇഹ്റാഖി ജമീ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഖുർബാൻ കൊടുക്കലാണ്. വഇന്നഹു ലയതി യൗമൽ ഖിയാമത്തി ബിഅശ്ആരിഹാ വഅദ്ലാഫിഹാ. നാളെ പരലോകത്ത് വിചാരണ നാളിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ബലിദാതാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള വാഹനമായിട്ട് അതിന്റെ പൂർണ്ണ അഴകോടുകൂടി അത് മഹ്ശറയിൽ എത്തിച്ചേരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ബലിദാതാവ് ഈ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചുടുന്നിണം ഭൂമിയിലേക്ക് ഒഴുക്കുമ്പോൾ അതിനേക്കാൾ മുമ്പ് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ അവന്റെ തഖ്വ എത്തിച്ചേരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് മാനസികമായി ശുദ്ധീകരണം നടത്തിക്കൊണ്ടാണ് ബലി സമർപ്പണം നടത്തേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സബീർ എന്ന് പറയുന്ന പർവ്വതത്തിന് പോലും വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ 3 സഹാബാക്കളും ആ പാറയിലും പർവ്വതത്തിലും കയറിയപ്പോൾ അതിന് നിശബ്ദമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അത് ആടി കുലുങ്ങി വിറച്ച് അതിന് വലിയൊരു പാറ ഇളകി താഴേക്ക് ഉതിർന്ന് വീണിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു മിൻഹുൽ വയഖ്റുജു മിൻഹുൽ മാ. പർവ്വതങ്ങള്, ആ പർവ്വതങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളെക്കാൾ ലോലതയുള്ളതാണ് എന്ന്. പലപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങള് അധാർമികതയിലൂടെ സഞ്ചരിക്കുന്നത് കാരണമായിട്ട് അത് കറുത്തും കഠിനമായും വല്ലാത്ത കാരിരും പാറയേക്കാൾ ശക്തമായി തീരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെടുത്ത്, പാറകൾക്കും നൈർമല്യതയുണ്ട്, പാറകൾക്കും വല്ലാത്ത അള്ളാഹുവിനെ ഭയമുണ്ട്. അതുകൊണ്ടാണ് പാറകളിൽ നിന്നും ചിലത് ഇളകി താഴോട്ട് ഉരുണ്ട് വീഴുന്നത് എന്ന് ഖുർആൻ പറയുമ്പോൾ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളും ആ മലയിൽ കയറിയപ്പോൾ ആ പാറയുടെ ഇളക്കം അള്ളാഹുവിനെ ഭയന്നുകൊണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മാർത്ഥമായ ബലികർമ്മത്തിൽ ഉള്ള ആ ഓർമ്മ പുതുക്കിക്കൊണ്ടായിരുന്നു. പർവ്വതം പോലും പാറകൾ പോലും വിറയ്ക്കുകയും ഇളകുകയും താഴേക്ക് മറിയുകയും
ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന് എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഓരോ ഹജ്ജ് കാലഘട്ടത്തിലും ലക്ഷക്കണക്കായ ഹാജിമാർ അവിടെ ചെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓരോ പ്രവൃത്തികളും, ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെ ഓരോ പ്രവൃത്തികളും പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റിക്കൊണ്ട് ഹജ്ജ് കർമ്മങ്ങളുടെ സുഹൃതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല പരിശുദ്ധനായ മനുഷ്യനായി തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇത് കാണുമ്പോൾ ലൈവായി നമുക്കിന്ന് ഹജ്ജ് കർമ്മങ്ങൾ കാണാനുള്ള അവസരമുണ്ട്. അത് കാണുമ്പോൾ നല്ല നിയത്ത് വെക്കുക, എനിക്കും ആ പരിശുദ്ധമായ ഹറമിലെത്തണം, അള്ളാഹുവിന്റെ തിരുഭവനം സന്ദർശിക്കണം, ആ മത്താഫിൽ പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യണം, ഖില്ലയോട് എന്റെ കവിളൊന്ന് ചേർത്ത് വെക്കണം, ഹജറുൽ അസ്വദിനെ ഒന്ന് ചുംബിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഓടിയ അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കിയ ആ മസ്അയിലൂടെ, സഫാ മർവയുടെ ഇടയിലൂടെ ആ പാദപതനങ്ങൾ എങ്ങനെയാണോ ചലിച്ചത് അതുപോലെ ചലിപ്പിച്ചുകൊണ്ട് എനിക്കുമൊന്ന് ഓടണം. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടണം. അതിനുശേഷം മിനയിൽ താമസിക്കണം, അറഫയിൽ നിൽക്കണം, മുസ്ദലിഫയിൽ രാപാർക്കണം. പ്രിയപ്പെട്ടവരെ, എന്തു വലിയ മാനുഷികമായ സൗഹൃദ സന്ദേശമാണ് ഓരോ ഹജ്ജിന്റെയും അമലുകൾ നമുക്ക് നൽകുന്നത്. അറഫയിലാണെങ്കിൽ ദുൽഹജ്ജ് 9 ലക്ഷക്കണക്കായ ഹാജിമാര് ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരു മുണ്ട് മാത്രം ഉടുത്ത്, ഒരു തോൾത്തട്ടം മാത്രം ആ തോളിലിട്ടുകൊണ്ട്, ലാളിത്യത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സുന്ദരമായ കാഴ്ച നമ്മൾ കാണുന്നില്ലേ? എത്ര വലിയ കോടീശ്വരനും ചക്രവർത്തിയും രാജാവും അതിനുശേഷമുള്ള രാത്രിയിൽ മുസ്ദലിഫയിലെ മണ്ണിൽ കിടക്കണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അവിടെ വരുന്നത് ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രത്തിലെ തലവനാണ്, ചക്രവർത്തിയാണ്, രാജാവാണ്. പക്ഷെ ആ രാജാവിന് പ്രത്യേകമായ സ്ഥാന വസ്ത്രങ്ങളൊന്നുമില്ല. ഇഹ്റാമിന്റെ വസ്ത്രം ഏതാണോ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മണ്ണിലാണ് കിടക്കുന്നത്. പ്രത്യേകം കൊട്ടാരമില്ല, പ്രത്യേകം ടെന്റില്ല. മുസ്ദലിഫയിൽ എല്ലാവരും ഒരു രാത്രിയുടെ ഏതാനും സമയം ആ രാത്രി അവിടെ മണ്ണിൽ കഴിച്ചു കൂട്ടണം, നിലത്തുറങ്ങണം. കാരണം എന്താണെന്നറിയുമോ? ലോകത്തിപ്പോഴും നേരെ ചൊവ്വെ അന്തി ഉറങ്ങാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആയിരങ്ങൾ, പതിനായിരങ്ങൾ, കോടികൾ പട്ടിണി പാവങ്ങളുണ്ട്. അവരുടെ വിഷമങ്ങൾ, അവരുടെ തണുപ്പ്, അവരുടെ ബുദ്ധിമുട്ട് ഈ രാജാവ് അറിയണം, ഈ എല്ലാവരും ചക്രവർത്തി അറിയണം. അതിനും കൂടിയുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഏറ്റവും വലിയ മാനുഷികതയെ ഓരോ മനുഷ്യനും നൽകുന്ന സന്ദേശങ്ങളായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷെ ആരറിയുന്നു? പലപ്പോഴും ഹജ്ജിന്റെ ആത്മാവിനെ തിരിച്ചറിയാതെ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അവിടെ ഇറങ്ങി അവിടെ കുറെ ദിവസം താമസിച്ച് ഉപരിപ്ലവമായിട്ട് കുറെ കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തിയിട്ട് തിരിച്ചു വന്നാൽ യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ആത്മാവിനെ ലഭിക്കുകയില്ല. ഹജ്ജിന്റെ ആത്മാവ് ലഭിക്കണമെങ്കിൽ തസവ്വുഫിന്റെ ഉലമാക്കൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് പോയി ഹജ്ജ് ചെയ്യുമ്പോഴാണ് ആ ഹജ്ജിന്റെ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുണ്ടാകണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇത്രയും വലിയ മഹലിൽ നിന്ന് ഈ വർഷം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ബദറുദ്ദീൻ എന്ന് പറയുന്ന ഹാജി അല്ലാതെ മറ്റാർക്കും പോകാനൊരു സന്മനസ്സുണ്ടായില്ലല്ലോ. ചെറിയ ചെറിയ മഹലിൽ നിന്ന് തന്നെ എത്ര പേരാ പോകുന്നത്? എന്താണ് പ്രശ്നം? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈമാനിനെ പരിശോധിച്ച് നോക്ക്. അള്ളാഹു നമുക്ക് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടില്ലേ? നമ്മുടെ ഈ മഹലിൽ നിന്നും ഒരാളെ നമുക്ക് ഇവിടെ താമസിക്കുന്നതൊന്നും യാത്രയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ പിന്നാക്കമാണ് നാം ഈ വിഷയത്തിലുള്ളത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, കഴിഞ്ഞ വർഷം ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ വരും വർഷം നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ മാക്സിമം അത്രയാണ് ഗവൺമെന്റിന് ഹജ്ജ് പോകുമ്പോൾ ആകുന്ന ചിലവ്. അത് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ മേൽ നിർബന്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തയ്യാറാകണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.